എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പല സ്ത്രീകളും തലമറക്കാതെ നടക്കുന്നു. തലയിലിനി തട്ടമിടുകയാണെങ്കിൽ തന്നെ തലയുടെ പകുതി മുതൽക്കങ്ങോട്ട് മാത്രം മറക്കുന്നു. മറക്കാതെ നടക്കുന്നു. കൈത്തണ്ട കാണിച്ച് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇലക്ഷൻ സമയത്തൊക്കെ റോട്ടുമ്മലിറങ്ങി സ്ത്രീകൾ മേൽപോട്ട് തുള്ളുന്നു. അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കുന്നു. അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. ഇന്നാ ലില്ലാഹ്. അവിടുന്നെല്ലാം പോയി. ഇപ്പോൾ പരിഷ്കാരത്തിൻ്റെ പേരിൽ സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഉസ്താദേ എന്തൊക്കെയാ നടക്കുന്നത്? സ്വന്തം കുടുംബത്തിലുള്ള അമ്മാമൻ്റെ മക്കൾ, ആൺമക്കൾ, 25-30 വയസ്സുള്ള ആൺമക്കൾ, അതേപോലെ തന്നെ ഈ അമ്മാമൻ്റെ പെങ്ങളുടെ മക്കൾ, ജേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കൾ, കുടുംബത്തിലുള്ള മക്കൾ, ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് ടൂറ് പോവുകയാണ്. തൊട്ടടുത്തിരിക്കുകയാണ്. പരസ്പരം ഭക്ഷണം. അതാ അന്യ സ്ത്രീ അന്യപുരുഷന്, ഇതെല്ലാം അന്യ സ്ത്രീ പുരുഷന്മാരാണ്. ജേഷ്ഠത്തിയും അനുജത്തിയുടെയും മക്കൾ തമ്മിൽ കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ തമ്മിൽ കാണാനും തൊടാനും പറ്റില്ല. അന്യപുരുഷന്മാരുടെ അതേ നിയമമാണ്. ഭർത്താവിൻ്റെ അനുജനും ജേഷ്ഠനുമൊക്കെ അന്യപുരുഷൻ്റെ നിയമമാണ്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി ഒന്നിച്ച് ടൂറ് പോവുകയാണ്. വയനാട്ടിൽ പോയിട്ട് അവിടെ റൂം എടുക്കുകയാണ്. രാത്രിയിൽ അവിടെ കിടക്കുകയാണ്. നേരം വെളുത്തിട്ട് അവിടെ സ്വിമ്മിങ് പൂളിൽ ആണും പെണ്ണും ഒന്നിച്ച് കുളിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ ഗൗരവമേറിയ തെറ്റുകൾ കുടുംബത്തിലൊക്കെ നടക്കുന്നു ഉസ്താദേ. പറഞ്ഞിട്ട് നടക്കുന്നില്ല, പറഞ്ഞാൽ നമ്മളെ ഒരു പഴഞ്ചനാക്കുകയാണ് എന്ന് ചില ആളുകൾ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വല്ലാത്തൊരു ആഖിർ സമാനിലാണ് നമ്മുടെ ജീവിതം. ഹറാമും ഹലാലുമില്ല. ആഖിറത്തിന് വേണ്ടി ക്ഷമിക്കാൻ ആരും തയ്യാറല്ല. ദുന്യാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന ചിന്തയാണ്. അല്ലാഹു പറയുന്നു, അങ്ങനെ ജീവിക്കുമ്പോൾ അതിനൊക്കെ സൗകര്യം പടച്ചവൻ ചിലപ്പോൾ ചെയ്തു തരും. ഇന്നാലില്ല. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ, ടൂറിന് കൊണ്ടുപോകുന്ന കുടുംബത്തിൽ ബിരുദമെടുത്ത ചില മുസ്ലിംമാരുമുണ്ടെന്ന് വരെ ചില ആളുകൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഇൽമ് പഠിക്കലെവിടെ? പഠിച്ച് ബിരുദമെടുക്കലെവിടെ? ഇൽമിൻ്റെ മഹത്വം എവിടെ? ഇൽമുമായുള്ള ജീവിതം എവിടെ?